എല്ലാവരും എന്തെടുക്കുവാണോ? എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞോ? എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ? നമുക്കിവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളായിട്ട് ഒന്നുമില്ല. എന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ രാവിലത്തെ ഒരു കാക്ക വന്ന ഒരു വലിയൊരു വിശേഷമായിപ്പോയി. എവിടുന്ന ഒരു കാക്കക്കുഞ്ഞ് വന്നിരുന്നു. അതിൻ്റെ വീഡിയോ ദേവ് രാവിലെ പോകുന്ന സമയം കൊണ്ട് ചാടിക്കറി എടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അത് എമ്മം ചെയ്ത പോകത്തില്ല. മിറ്റം നിറയെ കാക്കകളെ കൊണ്ട് ബഹളം. ആ എമ്മം ചെയ്ത് അത് പോകത്തില്ല. എനിക്ക് ഈ കുഞ്ഞിനെ കൊണ്ട് വെളിയിലിറങ്ങാൻ പറ്റുമോ? തുണി കൊണ്ടിടാൻ പറ്റുമോ? അയേ മുറ്റത്ത് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നത്. ഞാനും ആകെ ഇടയ്ക്കിടയ്ക്ക് ജനൽ തുറന്ന് ജനലിൽ കൂടെ നോക്കും. എന്നാലും ഈ കാക്ക വാതൊക്കെ ഇരിപ്പുണ്ട്. മറ്റുള്ള കാക്കകളെല്ലാം വന്ന് കാവലും ഇരിപ്പുണ്ട്. നമുക്ക് മനുഷ്യർക്കാണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ വെളിയിലോട്ട് പോകുമ്പോൾ നമ്മൾ നോക്കിയിരിക്കുന്നു പറഞ്ഞ പോലെ കാക്കകളും പോയി നോക്കിയിരിക്കുക. കുറേ കാക്ക ഈ കുഞ്ഞും കൂടെ അവിടെ നിൽക്കുക. നമ്മളെല്ലാം ഇങ്ങനെ നോക്കി ജനലിൽ കൂടെ കുറേ നേരം നോക്കി. ഞാൻ ഇടയ്ക്ക് വീട്ടിലെ പണികളൊക്കെ എനിക്ക് മീൻ മേടിച്ചു, അത് വെട്ടിക്കഴുകി, അത് കറി വെച്ചു. അതിനിടയ്ക്ക് അത് ചെയ്തു ഇത് ചെയ്തൊക്കെ വീട്ടിലെ ചെയ്തേക്കും. കുറച്ച് കഴിയുമ്പം വല്ലാണ്ട് കാക്ക ഒരുമിച്ച് ഒറ്റ കാർച്ച കാരണമുണ്ട്. ഓടിച്ചെന്ന് നോക്കിയപ്പം ഗായത്രിയമ്മയുടെ പൂച്ച കാക്ക കുഞ്ഞിനെ കൊണ്ടുപോയി. അതോടുകൂടി കാക്കയുടെ ശല്യം ഒഴിഞ്ഞ് കിട്ടി. ബാക്കി കാക്കയെല്ലാം അവിടെ കിടന്ന് കാറി പോയി, കാക്കയെല്ലാം പറന്നുപോയി. അത് കഴിഞ്ഞ് നമ്മൾ കേശുവിനെ വെളിയിലോട്ടിരിക്കുന്നത്. അതിനിടയ്ക്കാണ് ഈ ബാക്കി പരിപാടിയെല്ലാം ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ചോറെടുത്തേക്കാം. അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛനോട് അവിടെ കിടക്കുന്നു. അന്നേരം അച്ഛന് ഇപ്പം ചോറ് വേണ്ട, ശലം കഴിഞ്ഞു എന്ന് പറഞ്ഞു. എന്നാലും ബാക്കി എല്ലാവർക്കും ചോറെടുക്കണം. നമ്മൾ ദേവ് ചോറ് കൊണ്ടുപോയില്ല. അതുകൊണ്ട് ചൂടോടെ നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും കറിയും ചോറും എല്ലാം പയ്യെ വെച്ചത്. ഇന്നത്തെ കറി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടിട്ടുണ്ട്. കൂർക്ക നമ്മൾ തേങ്ങ അരച്ച് മസാലയൊക്കെ ചേർത്ത് തേങ്ങ അരച്ച് വെച്ച കൂർക്കക്കറിയാണിത്. ഇത് കൂട്ടുമ്പോൾ അറിയാം അതിൻ്റെ ടേസ്റ്റ്. നല്ല നമുക്ക് അതായത് പലഹാരത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലത്. പിന്നെ നമ്മൾ കാബേജ് തോരൻ വെച്ചു. കാബേജിനോട് അത്ര വലിയ താല്പര്യമില്ല എനിക്ക്, എങ്കിലും ഇച്ചിരി വെച്ചു കാബേജ്. അതിൽ നല്ല കപ്പളങ്ങയാണ്. കപ്പളങ്ങ നമ്മുടെ മുറ്റത്തില്ല പറിച്ചെടുക്കാൻ വേണ്ടി. പിന്നെ മീൻ വറുത്തു, മത്തി വടിച്ചിട്ടുണ്ടായിരുന്നു, അത് വറുത്തു. പിന്നെ മറ്റേ നമ്മുടെ എന്നാ കാളാഞ്ചി, ചെറിയ കാളാഞ്ചി കുഞ്ഞ്, അത് കറി വെച്ചിട്ടുണ്ട്. ചെറുതായിരുന്നു, ഒത്തിരി വലുതൊന്നും അല്ലായിരുന്നു. അതേ ഒരെണ്ണവും കൂടെ വെച്ചേക്കാം. ഇനി നമുക്ക് ഇന്നത്തെ കറിയാണ്. ഇതെല്ലാം ഇന്ന് തന്നെ വെച്ച കറികളാണ്. ഒന്നും ഇന്നലത്തെ കറികൾ ഒന്നും ഇരിപ്പില്ലായിരുന്നു. എല്ലായിടത്തും ഞാൻ തൊട്ടു അന്നന്ന് വെച്ച് കഴിക്കുന്നുള്ളൂ, ഒന്നും ആക്കി വെക്കുന്നില്ലെന്ന് വിചാരിച്ചു. ഇതേ കൂർക്ക ചാറ് വെച്ചു, കാബേജ്, മീൻ വറുത്തത്, മീൻ കറിയെ, ഇതെല്ലാമാണ് കറി. പിന്നെ അച്ചാർ ഇരിപ്പുണ്ട്, പപ്പടം ഇരിപ്പുണ്ട്. അതൊക്കെ എല്ലാവരും കഴിച്ചോട്ടെ. അതുകൊണ്ട് നിങ്ങളൊക്കെ ചോറുണ്ടോ? ഇല്ലെങ്കിലും ഉണ്ടിയിലും ഉണ്ടാലും എല്ലാവരും ഓടി വായോ ചോറുണ്ണാം.